ഇസ്ലാമാബാദ് ചർച്ച നടക്കില്ലെന്നുറപ്പായതോടെ പശ്ചിമേഷ്യൻ സമാധാന ശ്രമങ്ങൾ വഴിമുട്ടി. സമാധാന ചർച്ച മുടങ്ങിയതിൽ പ്രതികരണവുമായി ഇറാൻ. ഭീഷണിയോ സമ്മർദ്ദമോ കാരണം ചർച്ചയ്ക്ക് വഴങ്ങില്ലെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ പ്രതികരിച്ചു. പാകിസ്ഥാനിലെ ഇസ്ലാമാബാദ് സമാധാന ചർച്ച വഴിമുട്ടിയതോടെ പശ്ചിമേഷ്യ വീണ്ടും യുദ്ധഭീതിയിലായിരിക്കുകയാണ്. ഒത്തുതീർപ്പിനായി ഇറാൻ തയ്യാറാകുന്നില്ല, അതുകൊണ്ടാണ് ചർച്ച വേണ്ടെന്ന് വെച്ചതെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കുന്നത്. ഇറാനുമായി ചർച്ചകൾക്കായി അമേരിക്കൻ സംഘം പാകിസ്ഥാനിലെത്തില്ലെന്നും ചർച്ചകൾക്കായി പോകേണ്ടെന്ന് ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ സംഘത്തിന് നിർദ്ദേശം നൽകിയെന്നുമാണ് റിപ്പോർട്ട്. വേണമെങ്കിൽ ഇറാൻ ഇങ്ങോട്ട് സമീപിക്കട്ടെ എന്നാണ് നിലപാട് തങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്. എന്നാൽ നാവിക ഉപരോധം നീക്കാതെ നേരിട്ടുള്ള സമാധാന ചർച്ചകൾക്കില്ല എന്നുള്ള നിലപാട് ഘടിപ്പിച്ചിരിക്കുകയാണ് ഇറാൻ. ഇറാന്റെ സമാധാന നിർദ്ദേശങ്ങൾ പാകിസ്ഥാൻ വഴി അമേരിക്കയെ അറിയിക്കാൻ ായിരുന്നു തീരുമാനം. ഇതിനിടയിലാണ് അമേരിക്കൻ സംഘം പാകിസ്ഥാൻ യാത്ര റദ്ദാക്കിയത്. അതിനിടെ പശ്ചിമേഷ്യൻ യുദ്ധത്തിൽ അമേരിക്കയ്ക്കും ഇസ്രയേലിനുമെതിരെ ആഞ്ഞടിച്ച് ജർമ്മൻ ചാൻസലർ രംഗത്തെത്തിയിട്ടുണ്ട്. ഇപ്പോൾ നടക്കുന്നത് അനാവശ്യമായ യുദ്ധമാണെന്നും ജർമ്മൻ ചാൻസലർ കുറ്റപ്പെടുത്തി. യൂറോപ്യൻ യൂണിയനിലെ 27 രാഷ്ട്രത്തലവന്മാരുമായി നടത്തിയ 2 ദിവസം നീണ്ട കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നയതന്ത്ര ചർച്ചകളോട് അമേരിക്ക ഗൗരവം കാണിക്കുമോ എന്ന് കാണട്ടെ എന്നാണ് അബ്ബാസ് അരാഗ്ചിയും പറഞ്ഞിരിക്കുന്നത്. ഇന്നലെ ട്രംപിന്റെ നിർദ്ദേശപ്രകാരം സമാധാന ചർച്ചകൾക്കായുള്ള ഇസ്ലാമാബാദ് യാത്ര അമേരിക്കൻ സംഘം റദ്ദാക്കിയിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.